ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നേന്ത്രപ്പഴത്തിനെ കൊണ്ടൊരു സ്നാക്സ് ആക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടി 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ് വേണം, കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്, മുന്തിരി, പിന്നെ തേങ്ങ, വെല്ലം, പിന്നെ ഒരു മുട്ട. അതെടുത്തിട്ട് നോക്കിയിട്ട് പോരെങ്കിൽ 2 എടുക്കേണ്ടി വരും. കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുക്കുക, നിലക്കടല വേണ്ടിക്കില്ല അതെടുക്കുക, അങ്ങനെ എന്ത് വേണ്ടിക്കെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഈ മുട്ട ഉടച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കട്ടെ. ഈ പാത്രത്തിലേക്ക് മുട്ടേനെ നമുക്ക് ഉടച്ചിട്ട് ഒഴിക്കാം. എന്നിട്ട് നല്ല വൃത്തിയിൽ ഇങ്ങനെ പിടിച്ച് റെഡിയാക്കണം. അപ്പോൾ മുട്ടേനെ നമുക്ക് നല്ലോണം അടിച്ചെടുക്കുക. നല്ല വൃത്തിയിൽ അടിച്ചെടുത്ത്. അപ്പോൾ ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ തോല് കളഞ്ഞിട്ടെടുക്കണം. ഇത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേന്ത്രപ്പഴം മുറിച്ചിട്ടാണ് എടുക്കുന്നത്. നേന്ത്രപ്പഴം എടുത്തു നേരെ പകുതിയാക്കുന്നതാണ്, നേരെ പകുതി. എന്നിട്ട് ഈ മുട്ടയിലേക്ക് ഇടുക. മുട്ടയിലേക്കിട്ട് നല്ല അടിപൊളിയായിട്ട് അതിനെ റെഡിയാക്കി എടുത്തിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് അതിനെ വറുത്ത് കോരി എടുക്കണം. ഇത് ചെറിയ പഴം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പം നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 പീസാക്കിയിട്ട് എടുത്ത് ഇത് വെക്കട്ടെ. ഇനി ആദ്യം ശരിയാക്കട്ടെ, എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. മുട്ടയിൽ ഇതിനെ ശരിക്കും നമുക്ക് ഇങ്ങനെ എല്ലാ ഭാഗവും ഇതാക്കി എടുക്കണം. കണ്ട നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മുട്ടയിൽ ഇങ്ങനെ കവർ ചെയ്യണം ഈ പഴം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് ഇതിനെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് മറ്റേ 2 കഷ്ണവും കൂടി ഞാൻ അവിടെ ഇട്ടിട്ട് കവർ ചെയ്തിട്ട് അവിടെ വെക്കട്ടെ. അപ്പോൾ ഇനിയും കൂടി നമുക്ക് അങ്ങനെയാക്കി വെക്കാം. മുട്ടയിൽ നല്ല അടിപൊളിയായിട്ട് പഴം ഇതായിട്ട് കവർ ചെയ്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ബദാമിൻ്റെ കഷ്ണം അതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ, ഇത് മാറ്റി വെക്കാം. നമുക്കിനി ഇതിന് വേണ്ടുന്ന ഫില്ലിങ് ആക്കി വെക്കണം. ഇപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് പാന് വെക്കട്ടെ. പാന് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബദാമും മുന്തിരി ഇട്ട് കൊടുക്കട്ടെ. ബദാമിനെ ഒന്ന് വറുത്തെടുക്കട്ടെ. ആ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക്. കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്ത്. എന്നിട്ട് അതിനെ കോരി ഇങ്ങോട്ടെടുത്ത് മാറ്റാം. ഇതൊന്നും ഇതിൻ്റെ അകത്തുനിന്നൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ എന്തെല്ലാം ഇടാൻ പറ്റുമോ അതിലിടാം. നിലക്കടല വേണ്ടിക്കിടാം, അണ്ടിപ്പരിപ്പിടാം, എന്തെന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിടാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം.
അപ്പോൾ ഇതായിട്ടാകുമ്പോൾ നമുക്ക് കോരി മാറ്റണം. അപ്പോൾ ഇത് വറുത്ത് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളം നാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതിന് ചോന്ന് വറുക്കൊന്നും വേണ്ട, ഒന്ന് വെള്ളാറുന്നവരെ. എന്നിട്ട് നമുക്ക് ഈ ബെല്ലം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബെല്ലത്തിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടിക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഈ കൂട്ടത്തിൽ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായൻ്റെ രുചിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് വളർന്നു. അപ്പോൾ ഇതാ വറുത്ത് വെച്ച് ഇതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ബദാമും മുന്തിരിയും തേങ്ങയും വെല്ലവും എല്ലാം ചേർത്തിട്ടുള്ള മിശ്രിതങ്ങളായിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് തണിയട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ പഴത്തിനെ പൊരിച്ചെടുക്കണം, എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. ഇപ്പോൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ ഈ പഴം പൊരിച്ചെടുക്കാനുള്ള. ഓക്കെ, അപ്പോൾ അത് വെളിച്ചെണ്ണ കാഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പഴം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ പഴത്തിനെ എടുത്തിട്ട് മുട്ടേൻ്റെ അകത്താക്കിയ പഴത്തിനെ എടുത്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ ആകട്ടെ. അതിന് ശേഷം നമുക്ക് അപ്പോൾ ഇതാ ഈ പഴം ആയിട്ടുണ്ട്. നമുക്കത് കോരി ഇങ്ങോട്ടേക്ക് മാറ്റാം. കണ്ട, ഇങ്ങനെയായിരിക്കണം ആവേണ്ടത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എൻ്റെ എണ്ണയില്ല. ഇനി അടുത്ത് നമുക്ക് ഇട്ടിട്ട് അതേപോലെയാക്കി അതും എടുക്കണം. അടുത്ത പഴവും കൂടി ഞാൻ ഇടുന്നുണ്ട്. എല്ലാം അപ്പോൾ അതും അവിടെ നിന്നാവട്ടെ, തണിയട്ടെ. എന്നിട്ട് വേണം അടുത്ത പരിപാടി. അപ്പോൾ ഇതാ ഇതുമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വെക്കുന്നതാണ്. തണിയട്ടെ. തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കാണാം അടുത്ത പരിപാടി എന്നാ ചെയ്യുന്നതെന്ന്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളെ പഴങ്ങളെല്ലാം തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഈ പഴത്തിനെ ഇതേപോലെ ഇങ്ങനെ കീറുക. എന്നിട്ട് ഇതാ അവരെ ഇതാ ഇങ്ങനെ വായി ഇങ്ങനെ ആക്കി വീതി പൊട്ടിക്കുക. ഇതാണ് പരിപാടി. കണ്ട. അപ്പം എന്നിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് അതിനെ നല്ലോണം ഇതാ തുറന്ന പോലെ ആക്കും. ഇങ്ങനെ ഇതേപോലെ ആക്കുക. അപ്പം നല്ല വീതിയിൽ ഇങ്ങനെ കിട്ടും. രണ്ട് കൈ കൊണ്ടും പരത്തി 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 എടുക്കുക. അപ്പം അങ്ങനെ കെട്ടി അടിപൊളിയായിട്ട് ഇങ്ങനെ വീതിയിൽ വരും. അപ്പോൾ നമ്മൾ ആക്കി വെച്ച ഇതിനെ നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് പരിപാടി. അപ്പം എന്നിട്ട് അതൊന്നിലാക്കി കഴിഞ്ഞതിന് ശേഷം
കണ്ടോണേ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിങ്ങനെയാണ് വെക്കുക. ഇതാ ഇങ്ങനെയാണ് വെക്കുക. ഇതാ കണ്ട, വീണ് പോകാണ്ട് നോക്കണം. എന്നിട്ടിങ്ങനെ ഒട്ടിച്ച പോലെ ആക്കി കഴിഞ്ഞാൽ അടി ഒട്ടും. കണ്ട പരിപാടി. ഇതാണ് ഈ സ്നാക്സ്. ഇനി വേറെ ഒരു പരിപാടിയില്ല. ഇത് തീർന്നു. ഇവിടത്തേക്ക് ഇതിൻ്റെ പരിപാടി തീർന്നു. കണ്ട, ഇതാണ് പരിപാടി. ഇങ്ങനെയാണ് ഉണ്ടാവുക. എല്ലാം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതേപോലെ ഞാൻ എല്ലാം ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, പഴത്തിനെ കൊണ്ടുള്ള സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇങ്ങനെയാണ് ഉണ്ടാവുക. നേരെ തല തിരിച്ചിട്ട് മടക്കിയ പോലെ ആക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. കണ്ട, ഇതാ നീളത്തിലുള്ളതിനെ തിരിച്ചിങ്ങനെ മടക്കുക. ഞാൻ കാണിച്ചു തന്നല്ലോ അതേപോലെ. എന്നിട്ടിതാ ഞാൻ 2 പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. എത്ര വേണ്ടിക്കിലും അങ്ങനെ ആക്കാം. ഇനി ഒരു പഴത്തിനും കൂടിയുള്ള ഇത് അവിടെ ഉണ്ട്, കിടക്കുന്നുണ്ട്. വെല്ലവും ഇതെല്ലാം ചെയ്ത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ്. അടിപൊളി നേന്ത്രപ്പഴത്തിനെ കൊണ്ടാക്കിയ സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.